കഴിഞ്ഞ ദിവസം റഷ്യ ഉക്രൈനിൽ ആരംഭിച്ച തിരിച്ചടിയിൽ വലിയ മുന്നേറ്റം നടത്തിയതായ റഷ്യയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. കിഴക്കൻ ഉക്രൈൻ നഗരമായ കോൺസ്റ്റാന്റിവിക് റഷ്യ പിടിച്ചെടുത്തു. കഴിഞ്ഞ കുറെ നാളുകളായി, കൃത്യമായി പറഞ്ഞ 2025 അവസാനം മുതൽ തന്നെ റഷ്യ കനത്ത പോരാട്ടം നടക്കുന്ന കൈവിന്റെ, അതായത് ഉക്രൈന്റെ തലസ്ഥാന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കോൺസ്റ്റാന്റിവിക്. ഇത് പിടിച്ചെടുത്തതായിട്ടാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ സൈനിക വേഷത്തിൽ TV ചാനലിലെത്തി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. ഡോൺ ബോസ്കോ നഗരത്തിന് തൊട്ടടുത്തേക്ക് റഷ്യ സൈന്യം എത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനെ സംബന്ധിച്ച് അവരുടെ വ്യാവസായിക നഗരമാണ്. 78,000-ഓളം ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ്. ഇവിടെ ഇത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ്. നേരത്തെ മുതൽ തന്നെ റഷ്യ കൈവശപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശം വിട്ടു നൽകി കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് മുൻപ് പുടിൻ പറഞ്ഞിരുന്നതുമാണ്. ഈ പ്രദേശം ഇപ്പോൾ പിടിച്ചെടുക്കാനായിട്ടാണ് റഷ്യ നീങ്ങുന്നത്. ഈ പറയുന്ന കോൺസ്റ്റാന്റിവിക് പിടിച്ചെടുത്തോടുകൂടി കിഴക്കൻ ഉക്രൈൻ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ റഷ്യയുടെ കീഴിലേക്ക് മാറിയിരിക്കുന്നു. ഇനി ഉക്രൈന്റെ അവശേഷിക്കുന്ന 2 ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രാമാറ്റോർസ്ക്, സ്ലോവിയാൻസി എന്ന് പറയുന്ന 2 പ്രധാന നഗരങ്ങളാണ്. ഏതായാലും ഈ ഡോൺ ബോസ്കോ കൂടി വീണു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ 2 നഗരങ്ങൾ കൂടി റഷ്യയ്ക്ക് പിടിക്കുവാൻ എളുപ്പമായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനിടയിൽ ഈ ഉക്രൈന്റെ ഒളിച്ചിരിക്കുന്ന പട്ടാളക്കാരെ മറ്റും ബങ്കറിൽ വെച്ച് തന്നെ അവരെ നശിപ്പിച്ചു കളയില്ല, അവരെ ഇല്ലാതാക്കുന്ന ഒരു രീതി കൂടി റഷ്യ തുടങ്ങിയിട്ടുണ്ടെന്ന് ഉക്രൈൻ പറയുന്നു. ഏതായാലും സർവനാശം വിതച്ചുകൊണ്ട് റഷ്യയുടെ സൈന്യം, കരസൈന്യവും ഒപ്പം തന്നെ വ്യോമ സൈന്യവും എല്ലാം തന്നെ ഇടതടവില്ലാതെ ആക്രമണം നടക്കുന്നു, നഗരങ്ങൾ പിടിച്ചെടുക്കുന്നു. ഏതാണ്ട് റഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളൊക്കെ നേരത്തെ തന്നെ, പ്രധാനപ്പെട്ട ലുഗാൻസ്ക എന്ന് പറയുന്ന പ്രദേശമൊക്കെ നേരത്തെ തന്നെ റഷ്യ കൈവശപ്പെടുത്തി അവിടെ കൃഷി ആരംഭിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കാരണം അവിടെ നിന്ന് ഗോതമ്പ് ഇന്ത്യയിലേക്കടക്കം റഷ്യ കയറ്റി അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.